ഹൊസൂരിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ആക്ച്വലി ഡബിൾ പെർലിനായിട്ട് ഉള്ളിൽ സീലിംഗ് ടൈലും പുറമെ സെറാമിക് ടൈലും വെച്ചിട്ടാണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴേക്കും നമ്മൾ എത്രത്തോളം ചൂട്, അതായത് നേരെ ഈ സീലിംഗ് ബോർഡ് ഇടാതിരുന്നെങ്കിൽ നമ്മുടെ ഓടിൻ്റെ അടിയിൽ എത്രത്തോളം ഹീറ്റാണ് ജനറേറ്റ് ആവുന്നത്, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി എത്രത്തോളം ഹീറ്റിനെ നമുക്ക് ഭംഗിയായിട്ട് ഇൻസുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. നമ്മൾ ഉള്ളിൽ ഇത്തരത്തിലുള്ള സീലിംഗ് ഓടൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മുടെ സീലിംഗ് ടൈൽ ഇരിക്കുന്നത്. ഇത്രത്തോളം എയർ ഗ്യാപ്പ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഇത്തിരി ലാർജ് സ്പാൻ ആയിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ബീമൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു എ ഫ്രെയിം വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഗ്യാപ്പ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ പുറത്തെ സെറാമിക് ടൈൽ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ എത്രത്തോളം ചൂട് ജനറേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, നമ്മൾ ഈ നേരെ ഓടിൻ്റെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം 58.7 ഡിഗ്രിയോളം ചൂട് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു സീലിംഗ് ടൈൽ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു ഓടിൻ്റെ അടിഭാഗത്ത് വരുന്ന ചൂട് എന്ന് പറയുന്നത് മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു ഇൻഡോർ സ്പേസിലേക്കായിരിക്കും വരിക. അപ്പോൾ അത്രയും ചൂട് നമ്മൾ ഇൻറ്റീരിയർ സ്പേസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം ചൂട് അവിടെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതായത് നമ്മുടെ സൂര്യൻ നേരെ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗം കവർ ചെയ്യാത്തതുകൊണ്ട് ആക്ച്വലി നമ്മുടെ ഈ സീലിംഗ് ടൈലിലും ഇപ്പോൾ ഇവിടെ വെയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ സൈഡ് എത്രത്തോളം ചൂടായിരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ഇവിടെ ഫുള്ള് കവർ ആവാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഏകദേശം 46 ഡിഗ്രിയൊക്കെയാണ് ഇവിടെ ഈ ഒരു സൈഡിൽ ജനറേറ്റ് ആവുന്ന ചൂട് എന്ന് പറയുന്നത്. ഒരേ സമയം നമ്മൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, അവിടെയൊക്കെ ഫുൾ കവറായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ശരിക്കും സീലിംഗ് ബോർഡായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നപ്പോഴേക്കും നമുക്ക് ഇവിടെ വരുന്ന ഒരു ടെമ്പറേച്ചർ റീഡിങ് എത്രയാണെന്നുള്ളത് നോക്കാം. ഇത് കണ്ടോ, 34.7 ഡിഗ്രിയൊക്കെയാണ് ഇവിടെ നമുക്ക് കാണുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്, നേരെ ഓട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിൻ്റെ അടിയിൽ വരുന്നത് ഏകദേശം 58 ഡിഗ്രിയാണ്. നമ്മൾ ഈ ഒരു സീലിംഗ് ഓടൊക്കെ വെച്ചതുകൊണ്ടാണ് ഉള്ളിൽ ഏകദേശം 34 ഡിഗ്രി, അതായത് ഏകദേശം 24 ഡിഗ്രിയുടെ ഡിഫറൻസ് നമ്മൾ ഈ ഒരു ഡബിൾ പർലിംഗ്, അതായത് നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ അകത്ത് സീലിംഗ് ടൈലും പുറമെ നമ്മുടെ സെറാമിക് ടൈലും എന്നൊക്കെയുള്ള രീതിയിൽ വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നുണ്ട്.